ഇതേ കർണാടകയുടെ KSRTC പച്ച കളർ KSRTC കണ്ടോ. ഇതിനേക്കാളൊക്കെ ഭംഗി നമ്മുടെ കേരളത്തിൻ്റെ KSRTC ആണ്. ചിലപ്പോൾ പോകുന്ന വഴിക്ക് നമുക്കിങ്ങനെ കാണാൻ പറ്റും കേട്ടോ. ഇത് നമ്മുടെ ഈ ഗുണ്ടൽപേട്ട ഒരു ജംഗ്ഷനാണ്. അവിടുന്ന് ഇങ്ങനെ ഗ്രാമങ്ങളൊക്കെ ഇങ്ങനെ കഴിഞ്ഞ് നമ്മൾ ഇനി ബന്ദിപ്പൂര് വഴി മുതുമല വഴി മസനഗുഡിയിലേക്കാണ് നമ്മുടെ യാത്ര കേട്ടോ. പോകുന്ന വഴിക്ക് ഇങ്ങനെ വൈക്കോൽ ഉണങ്ങാൻ ഇട്ട പോലെ റോഡിൽ ഒരുപാട് ഇങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ട്. ഇതെന്താണെന്ന് അറിയില്ല, ചോദിക്കണം കണ്ടോ. ഇവിടെയൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ടുണ്ട്, വൈക്കോക്കൂന പോലെ ഇങ്ങനെ കൂട്ടിയിട്ട് എന്തോ സാധനം റോഡിലിട്ട് ഉണക്കുക. എന്നിട്ട് അതിനെ തലയിലേറ്റിട്ട് ഇങ്ങനെ ആൾക്കാർ പോകുന്നുണ്ട്, ഇങ്ങനെ കുറേ ട്രാക്ടറിലൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. എന്താണെന്ന് നോക്കണം. അപ്പോൾ ഇങ്ങോട്ട് പോകുന്ന വഴി എന്ന് പറയുന്നത് ഭയങ്കര എന്താ പറയുക, ഇങ്ങനെ നീണ്ട് നിവർന്ന് കിടക്കുക കേട്ടോ. നമ്മളുടെ വണ്ടിയും വേറെ വണ്ടികളും അങ്ങനെ വരാറില്ല, ഓപ്പോസിറ്റ് അങ്ങനെ അധികം വണ്ടികളില്ല. നമ്മളങ്ങനെ കുറേ ഒഴിഞ്ഞു കിടക്കുന്ന കാട്ടിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അത് കണ്ടില്ലേ, ഒരു ഓട്ടോയിൽ കുറേ സ്ത്രീകൾ, നല്ല തണുപ്പുണ്ട് പുറത്ത്. അപ്പോൾ അവരിങ്ങനെ പുതച്ച് മൂടിയിട്ട് എന്തോ കൃഷിയുടെ ആവശ്യമോ അല്ലെങ്കിൽ പണി കഴിഞ്ഞിട്ട് വരുന്ന ഒരു കാഴ്ചയായിരിക്കണം കേട്ടോ. വൈകുന്നേരം ആയതുകൊണ്ട് അവരിങ്ങനെ വരുന്ന ഒരു കാഴ്ചയായിരിക്കും. ഉള്ളി എന്ന് പറഞ്ഞു, സംഭവം മുതിര കേട്ടോ. ഈ അങ്കിളാണ് നമുക്ക് പറഞ്ഞു തന്നെ. അവരൊരു അപ്പോൾ അത് ഇങ്ങനെ അതിൻ്റെ ചണ്ട് എടുത്തിട്ട് പശുവിന് തിന്നാൻ വേണ്ടി ഒരു കാളവണ്ടി കൊണ്ടുപോകട്ടോ. കേരളത്തിൻ്റെ KSRTC കണ്ട അപ്പോൾ ഒരു വീഡിയോ എടുക്കുന്ന കരുതിയിട്ട് എടുത്തതാണ്. പക്ഷേ ഇത് രാത്രിയായി. എന്നിരുന്നാലും കേരളത്തിലോട്ട് പോകുന്ന വയനാട്ടിലോട്ട് പോകുന്ന ഒരു KSRTC ആണ് കേട്ടോ നമ്മുടെ മുന്നിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവരും ഈ ബന്ദിപ്പൂർ ഫോറസ്റ്റ് വഴിയാണ് പോകുന്നത്. അപ്പോൾ നമ്മളിതാ ബന്ദിപ്പൂർ ഫോറസ്റ്റ് റേഞ്ചിലോട്ട് കടന്നിരിക്കുന്നത് ടൈഗർ റിസർവിലോട്ടാണ്. അത്യാവശ്യം മൃഗങ്ങളെ കാണാനുള്ള ഒരു ചാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്ക് എന്തെങ്കിലും മൃഗങ്ങളെ സ്പോട്ട് ചെയ്യണേ അത് വീഡിയോയിൽ കാണിച്ചു തരാവേ. അധികം പ്രൈവറ്റ് വെഹിക്കിളൊന്നും ഇല്ല കേട്ടോ. കുറേ ലോറികളും അതുപോലെ തന്നെ ചരക്ക് നടത്തുന്ന കുറേ ട്രക്കുകളൊക്കെയാണ് ഉണ്ടായിരുന്നത്. ഞങ്ങൾക്ക് മുന്നേ ഒരു കാർ പോകുന്നുണ്ട്, പിന്നെ ബാക്കിൽ വണ്ടികളില്ല, അതിന് മുന്നിലും വണ്ടികളില്ല. പിന്നെ ഓപ്പോസിറ്റായിട്ട് കുറേ ട്രക്കുകൾ വരുന്നുണ്ട്, പിന്നെ അതുപോലെ പിക്കപ്പ് വാനുകളും. ഈ കാണുന്നതാണ് ബന്ദിപ്പൂർ ജീപ്പ് ബസ് സഫാരിയുടെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ്. അതുപോലെ തന്നെ അവർക്കുള്ള കോട്ടേജുകളാണ് ഇവിടെ കാണുന്നത് കേട്ടോ. ഇരുട്ടായത് കാരണം കാണുന്നില്ല. രണ്ട് സൈഡും ഒരുപാട് കോട്ടേജുകളുണ്ട്. ഇങ്ങനെ ഒരു പച്ച കളറിൽ അടിച്ചിട്ട് ഈ കാണുന്ന ലൈറ്റുകളൊക്കെ അവിടെ നിന്ന് വരുന്ന കേട്ടോ. ഓപ്പോസിറ്റ് നിന്ന വാഹനങ്ങൾ ഒരു ലൈറ്റ് സിഗ്നൽ നിന്ന് എന്തോ കാണിച്ചു തരുന്നുണ്ട്, എന്തോ ഉണ്ട് കേട്ടോ അവിടെ. ദേ അതാ ക്ലോസ്ഡ് 9 മണി തൊട്ട് കഴിഞ്ഞൂലേ. ഇനി അടുത്ത മുതുമലക്ക് എൻട്രി ചെയ്യും. വിസിറ്റ് അഗൈൻ കർണാടക. നമ്മളങ്ങനെ ബോർഡറിൽ എത്തിയിരിക്കുകയാണ്. മുതുമല അതുപോലെ ബന്ദിപ്പൂർ ടൈഗർ റിസർവിൻ്റെ ബോർഡറാണ്. ഇവിടെ ബേസിക് ആയിട്ടുള്ള ചെക്കിംഗ് ഉണ്ട്. ചെക്കിങ് ചെയ്ത ശേഷമേ നമ്മളെ എല്ലാവരും അങ്ങോട്ട് കടത്തി വിടുള്ളൂ. അപ്പോൾ നമ്മുടെ സക്സസ്ഫുള്ളായി ചെക്ക് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ഇനി അങ്ങോട്ട് മുതുമലയിലോട്ട് കടക്കണം കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് ഇതുപോലെ തന്നെ ആനകളെ ഇടയ്ക്കിടയ്ക്കായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ കാട്ടുപോത്തുകളും മാന എന്തൊക്കെയോ ദൂരെയായിട്ട് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. എന്നാലും ഒന്നും കൂടി നല്ല സൈറ്റിംഗ് വേണം. കുറച്ചുകൂടി അങ്ങോട്ട് ചെന്നപ്പോഴേ കൂരിട്ടുള്ള ഒരു കാട്, തീർത്തും വിജനമാണ് കേട്ടോ. ഇവിടെ ഒരൊറ്റ വണ്ടികളില്ല. ഞങ്ങളുടെ മുന്നിൽ പോകുന്ന ഒരു വണ്ടി ഞങ്ങളുടെ വണ്ടി മാത്രം. അയ്യോ, ഭയങ്കരമായിട്ട് നമ്മൾ പേടിപ്പിച്ച് കൊണ്ടുപോകുന്ന ഒരു കാടായിരുന്നു കേട്ടോ. അതേ അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ കുങ്കിയാന അങ്ങ് മുന്നിലായിട്ട് ഒരു കുങ്കിയാന സൈഡിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. നമുക്കത് ഫോണിൽ കിട്ടുന്നില്ല, കറുപ്പ് കളറായിരുന്നു. അവിടെ ലൈറ്റും ഇല്ല. ഇതൊക്കെ ആനയുണ്ടാവും പുഴയിൽ. സ്ട്രൈറ്റ് നോക്കി ഓടിച്ചാൽ മതി. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നാഗർഹോളെ, ബന്ദിപ്പൂർ, മസനഗുഡി, അതുപോലെ തന്നെ ഈ ഗുണ്ടൽപേട്ട് എല്ലാവരും ഒരു കാടിന് ബേസ് ചെയ്തിട്ടാണ് കേട്ടോ. അപ്പോൾ എന്താ പറഞ്ഞാൽ മൃഗങ്ങളുടെ ഒരു കമ്മ്യൂണിക്കേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. അതുപോലെ തന്നെ മൃഗങ്ങളുടെ ഒരു സഞ്ചാരപാത കൂടിയാണ് നമ്മൾ പോകുന്ന വഴി കേട്ടോ. അതുകൊണ്ട് തന്നെ മൃഗങ്ങൾ ഇറങ്ങുന്ന സമയങ്ങളായ വൈകുന്നേരം, പുലർച്ചെ ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വെറുതെ ചുമ്മാ വണ്ടി എടുത്ത് ഇറങ്ങിയാൽ മതി. ഈ റോഡിൽ നമുക്ക് ഒട്ടുമിക്ക മൃഗങ്ങളിലും കാണാൻ പറ്റും. ആന, കാട്ടുപോത്ത്, ഇങ്ങനെയുള്ള മാന്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എന്തായാലും കാണാൻ പറ്റും കേട്ടോ. ഇതേ നമ്മുടെ മുന്നിലായിട്ട് ഒരു കാട്ടുപോത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ സൈഡിൽ റൈറ്റ് സൈഡിലായിട്ട് നിൽക്കുന്നുണ്ട്. അത് ക്യാമറയിൽ കിട്ടുന്നില്ല. അതിങ്ങനെ ചുമ്മാ ആ ഒരു ഡിസ്ട്രാക്ഷനും ഇല്ലാതെ ഇങ്ങനെ മീനോട് നിൽക്കുന്നുണ്ട്. ആരും ശല്യപ്പെടുത്തുന്നില്ല കേട്ടോ അതിനെ. അങ്ങനെ വേണം എല്ലാവിടെയും.
അപ്പോൾ മൃഗങ്ങളിൽ കണ്ടുകൊണ്ട് നമുക്കിങ്ങനെ യാത്ര ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം നമുക്ക് കിട്ടും. അതുപോലെ തന്നെ മൃഗങ്ങൾക്ക് ഒരു കംഫർട്ട് ആവുമല്ലോ. അപ്പോൾ നമ്മളങ്ങനെ ഈ മസനഗുഡി ബോർഡറിലോട്ട് ഇങ്ങനെ കടന്നിരിക്കുകയാണ് കേട്ടോ. അത്യാവശ്യം കടകളൊക്കെ ഉള്ള ഒരു ടൗൺ ആണെന്ന് തോന്നുന്നു. കടകളും ഹോട്ടലും അതുപോലെ ടാക്സിയൊക്കെ സർവീസ് എല്ലാം ഉണ്ട്. അതുപോലെ ബസ് ഓടുന്ന റൂട്ടുമാണ്. നമ്മുടെ ഹോട്ടലിൽ നമുക്കിനി കണ്ടുപിടിക്കണം. ഇങ്ങനെ കുറേ ഹോട്ടലുകളും റിസോർട്ടുകളും ഉണ്ടോ സൈഡ്, രണ്ട് സൈഡും. അപ്പോൾ നമ്മളിങ്ങനെ തപ്പി തപ്പി നടക്കണേ. അങ്ങനെ മസനഗുഡി ടൗണിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. രാത്രിയാണ് നമ്മൾ ഫുഡ് കഴിച്ചു. ഇവിടെ ഒരു ഹോട്ടലിൽ നിന്നാണ് ഫുഡ് കഴിച്ചത്. 200 രൂപയായുള്ളൂ കേട്ടോ 2 പ്ലേറ്റ് ഫുഡിന്. അപ്പോൾ കൺവീനിയൻ്റ് ആണ്, എക്കണോമിക്കലാണ്. ഇത് അങ്ങോട്ട് നോക്കിയാൽ ഒരുപാട് ജീപ്പ് സഫാരികളുടെ പോയിൻ്റാണ് കേട്ടോ, ടാക്സി പോയിൻ്റ് പോലെ. ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ വാഹനം പാർക്ക് ചെയ്തു. ഇവിടെ നിന്ന് അങ്ങോട്ടാണ് നമ്മുടെ ഹോട്ടലൊക്കെ വരുന്നത്. അപ്പോൾ ഇനി മസനഗുഡി കാഴ്ചകളായിരിക്കും. അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ ക്ലൈമറ്റിന്. ഊട്ടിയുടെ സെയിം ക്ലൈമറ്റ് തന്നെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇനി നമുക്ക് കാലത്ത് പകൽ എങ്ങനെയുണ്ടെന്ന് കാണിച്ചു തരാം കേട്ടോ. രാത്രി നമ്മൾ ബോറായിരിക്കും.